ഇംഗ്ലണ്ടിലെ മൂന്നാം ദിവസം. ഇന്ന് വൈകുന്നേരം ലണ്ടൻ നഗരത്തിൻ്റെ വടക്കു ഭാഗത്തുള്ള ല്യൂട്ടൺ പട്ടണത്തിലേക്ക് പോവുകയാണ്. ഇന്ന് രാത്രി അവിടെ തങ്ങിയിട്ട് രാവിലെ ലീഡ്സിലേക്ക് ബസ്സിൽ പോകും. ല്യൂട്ടൺ പട്ടണം കണ്ടിട്ടില്ലെങ്കിലും ഞാൻ ഔദ്യോഗികമായി ബന്ധപ്പെടുന്ന വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട ചില സ്ഥാപനങ്ങൾ ല്യൂട്ടൺ വിമാനത്താവളത്തിലുണ്ട്. അവിടെ സാദി ബെസ്റ്റ് ല്യൂട്ടൺ എന്ന ഹോട്ടലിലാണ് താമസം തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ വലിപ്പമൊന്നും ഇല്ലെങ്കിലും നല്ലൊരു ഹോട്ടൽ. റിസപ്ഷനിൽ ഒരു മലയാളി പെൺകുട്ടി ജോലി ചെയ്യുന്നുണ്ട്. വിദ്യാർത്ഥിനിയാണ്. ല്യൂട്ടൺ പട്ടണം അത്ര വലുതൊന്നുമല്ല. കുറച്ച് ചെറിയ ഷോപ്പിംഗ് തെരുവുകളും ബാർ റെസ്റ്റോറൻറ്റുകളും ഒക്കെയുണ്ട്. പട്ടണമധ്യത്തിൽ നിന്നും മാറിയാൽ മൃഗശാലയും മ്യൂസിയവും തകർന്ന പഴയൊരു കോട്ടയും ഒക്കെയുണ്ട്. താമസിക്കുന്ന ഹോട്ടലിനടുത്ത് തന്നെയാണ് ബസ് സ്റ്റേഷൻ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പെട്ടിയും വലിച്ചുകൊണ്ട് ഒരു 100 മീറ്റർ നടന്നാൽ ബസ് സ്റ്റേഷനായി. കൃത്യസമയത്ത് ബസ് എത്തി. അതിൽ കയറി ലീഡ്സ് പട്ടണത്തിലേക്ക് പോകുന്നു. അവിടെ മകനും ഒരു സുഹൃത്തും കാത്തു നിൽക്കും. ലീഡ്സിൽ നിന്നും ഒരു കാർ വാടകയ്ക്ക് എടുത്ത് സ്കോട്ട്ലൻഡിലേക്ക് ഡ്രൈവ് ചെയ്തു പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഉച്ച കഴിഞ്ഞാണ് ലീഡ്സിൽ എത്തിയത്. അവിടെ നിന്നും കാർ എടുത്ത് സ്കോട്ട്ലൻഡ് തലസ്ഥാനമായ എഡിൻബറോയിലേക്ക് പുറപ്പെട്ടു. അവിടെ റോസിന്ത് എന്ന പ്രദേശത്താണ് താമസം. ഹോട്ടലല്ല, 2 ബെഡ്റൂമുള്ള ഒരു വീടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിനുള്ളിൽ അടുക്കളയും വാഷിംഗ് മെഷീനും ഒക്കെയുണ്ട്. അവിടെ വിശ്രമിച്ചിട്ട് അടുത്ത ദിവസം രാവിലെ നോർത്ത് ക്വീൻസ് ഫെറി എന്ന ഭാഗത്തേക്ക് പോയി. അവിടെ പ്രശസ്തമായ റാൻകിൻ കഫേയിൽ കയറി ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനടുത്തായി ഫോർത്ത് ബ്രിഡ്ജ് എന്ന ഒരു തൂക്കുപാലമുണ്ട്. അത് കാണണം. 1890-ൽ പണി പൂർത്തിയായ തീവണ്ടി പാലമാണത്. ഇംഗ്ലീഷ് എഞ്ചിനീയർമാരായ ജോൺ ഫൗളർ, ബെഞ്ചമിൻ ബേക്കർ എന്നിവരാണ് എഡിൻബറോ നഗരമധ്യത്തിൽ നിന്നും 14 കിലോമീറ്റർ അകലെ നോർത്ത് ക്വീൻസ് ഫെറിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ തൂക്കുപാലം ഡിസൈൻ ചെയ്തത്. 1882-ൽ ആരംഭിച്ച നിർമ്മാണം 8 വർഷങ്ങൾ കൊണ്ട് 1890-ൽ പൂർത്തിയായി. ബൃഹത്തായ ഫോർത്ത് ബ്രിഡ്ജ് കണ്ട് തിരികെ വരുമ്പോൾ 200 വർഷത്തിലധികം പഴക്കമുള്ള ആൽബർട്ട് ഹോട്ടൽ കാണുന്നു. പ്രദേശവാസികളുടെ ഒരു വികാരമായ ഈ ഹോട്ടൽ 2017-ൽ അടച്ചുപൂട്ടി. ഉടമസ്ഥരിൽ നിന്നും ഹോട്ടൽ വാങ്ങി തുറന്നു പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഈ നഗരവാസികൾ. അവിടെ നിന്നും കാറിൽ യാത്ര തുടർന്നു. ഫോർത്ത് റോഡ് ബ്രിഡ്ജ് വഴിയാണ് ഇപ്പോൾ നഗരമധ്യത്തിലേക്ക് പോകുന്നത്. മുൻപ് കണ്ട തൂക്കുപാലത്തിന് സമാന്തരമായിട്ടാണ് ഈ പാലം നിലകൊള്ളുന്നത്. 1964-ൽ പണി പൂർത്തിയാകുമ്പോൾ അമേരിക്കയ്ക്ക് പുറത്ത് ലോകത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലമായിരുന്നു ഇത്. 2.5 കിലോമീറ്ററാണ് ഈ പാലത്തിൻ്റെ നീളം. എഡിൻബറോ നഗരമധ്യത്തിലെത്തി. ഒരു ഷോപ്പിംഗ് മാളിനുള്ളിൽ പണം കൊടുത്ത് കാർ പാർക്ക് ചെയ്തു. നഗരത്തിലൂടെ നടക്കാൻ തുടങ്ങി. ഇരുവശവും പ്രൗഢഗംഭീരമായ ധാരാളം കെട്ടിടങ്ങൾ കാണുന്നു. ഹോട്ടലുകൾ, ഷോപ്പിംഗ് മാളുകൾ, മുന്തിയ ബ്രാൻഡ് വിൽക്കുന്ന കടകൾ, ബാങ്കുകൾ ഒക്കെ കാണുന്നു. നടന്ന് ഒരു പാർക്കിന് അരികിലെത്തി. പാർക്കിൽ കുട്ടികളൊക്കെ ഓടിക്കളിക്കുന്നുണ്ട്. അവിടെ സ്കോട്ട് സ്മാരകം കാണുന്നു. സ്കോട്ടിഷ് എഴുത്തുകാരനായ സർ വാൾട്ടർ സ്കോട്ടിൻ്റെ സ്മരണാർത്ഥം വിക്ടോറിയൻ ഗോഥിക് മാതൃകയിൽ നിർമ്മിച്ച ഒരു സ്മാരകമാണിത്.
1832 വാൾട്ടർ സ്കോട്ടിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സ്മാരകം ഡിസൈൻ ചെയ്യുന്നതിനായി ഒരു മത്സരം നടത്തിയിരുന്നു. അതിൽ വിജയിച്ച ജോർജ് മൈക്കിൾ എന്ന ആർക്കിടെക്റ്റ് രൂപകൽപ്പന ചെയ്ത ഡിസൈനിലാണ് ഈ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. പാർക്കിൽ നിന്നാൽ ദൂരെയായി എഡിൻബറോ കോട്ടയും മറ്റനേകം പ്രശസ്തമായ കെട്ടിടങ്ങളും കാണുന്നു. പാർക്കിൽ നിന്നും നടന്ന് മറ്റൊരു ഭാഗത്തെത്തിയപ്പോൾ അവിടെ ഒരു തെരുവ് സർക്കസുകാരൻ കുറച്ച് അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കുട്ടികൾ കൂടി നിന്ന് കൈയടിക്കുന്നു. കുറച്ചു നേരം അവിടെ നിന്ന് ആ ചൈനക്കാരൻ്റെ സർക്കസ് കണ്ടു. സർക്കസുകാരൻ തലകുത്തി നിൽക്കുന്നതിൻ്റെ പുറകിലായി എഡിൻബറോ കോട്ട കാണാം. ആ ഭാഗത്തൊക്കെ അടുത്ത ദിവസങ്ങളിൽ പോകാനാണ് പദ്ധതി. കാറിൽ കയറി നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി ഗ്രാമഭാഗങ്ങളിലൂടെ ഒന്ന് ചുറ്റി താമസ സ്ഥലത്തേക്ക് തിരിച്ചു പോകാമെന്ന് കരുതി. സ്കോട്ട്ലൻഡിൽ ഇതുപോലുള്ള കൺട്രി സൈഡിലൂടെയുള്ള റോഡുകളിൽ കാർ ഓടിക്കുന്നത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ഗൾഫിൽ വലതുഭാഗത്ത് കൂടി കാർ ഓടിച്ച് ശീലിച്ചിട്ടുള്ള ഞാൻ അവിടെ ഇടതുഭാഗം ചേർന്ന് ജാഗ്രതയോടെ തന്നെ കാർ ഓടിച്ചു. ഇന്ത്യയിൽ കാർ ഓടിക്കുന്നതിന് സമാനമായ രീതിയിലാണ് ഇവിടെ കാർ ഓടിക്കുന്നതെങ്കിലും 2-വേ ട്രാഫിക്കിൽ 110 മുതൽ 130 കിലോമീറ്റർ വേഗതയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ പോകുന്നത്. അതുകൊണ്ട് വളരെയേറെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. താമസ സ്ഥലത്ത് തിരിച്ചെത്തി. നാളെ ഹാരി പോട്ടർ എന്ന ഇംഗ്ലീഷ് സിനിമ ഷൂട്ട് ചെയ്ത ആനിക് കോട്ടയും പരിസരവും കാണാൻ പോകുന്നു.